നമസ്കാരം. സ്നേഹത്തിന്റെ നവവസന്തം കൊണ്ട് മാറ്റത്തിന്റെ സ്നേഹവീടുകൾ നിർമ്മിക്കാൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മ. നമുക്ക് സ്വാഗതം ചെയ്യാം രസക്കാഴ്ചകളുമായി നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ്. സ്വാഗതം. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് സുകുമാരിയമ്മ, മല്ലിക മാം ആൻഡ് ഡോക്ടർ ലത ദാസ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മയുടെ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റ് ഗോസിപ്പ് റൗണ്ട് ആണ്. എന്തൊരു ഉന്മേഷാണ് എല്ലാവർക്കും. ആ ചിരിയും ആ ഉത്സാഹിച്ചുള്ള ഇരിപ്പും കണ്ടാൽ തന്നെ എനിക്കറിയാം ഇത് കേൾക്കാൻ നിങ്ങൾക്ക് കൊതിയായെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഗോസിപ്പ് കോർണറിൽ മാത്രം അമ്മായിയമ്മയും മരുമകളും ഒരുമിച്ചായിരിക്കില്ല വരുന്നത്. കാര്യം അവനവന്റെ വീട്ടിലെ കുറ്റങ്ങൾ പുറത്താരോടെങ്കിലും പറയുമ്പോഴാണ് കുറച്ച് ഒരു രസം ഉണ്ടാവുക. എന്തായാലും ഇന്ന് നമ്മുടെ മുമ്പിൽ ഗോസിപ്സുമായി എത്തുന്നത് ജിജ ഭായിയും ലിബിയുമാണ്. നമുക്ക് അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പൊതുവെ കോട്ടയത്തെ സ്ത്രീകൾ മറ്റു പ്രദേശങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ച് ചുറുചുറുക്കും സാമർഥ്യവും കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ രണ്ട് കോട്ടയംകാരികളും കൂടി ഈ പാവപ്പെട്ട അമ്മമാരെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ അമ്മായിയമ്മമാരായ കോട്ടയം കുഞ്ഞമ്മയും ചെമ്പകവല്ലി അമ്മയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഇവര് കണ്ട രണ്ട് മരുമക്കളെയും കൂടെ സ്നേഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അമ്മ ഒരുപാട് ഗോസിപ്സും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആ ടീച്ചർ പഠിപ്പിച്ച് അവൾ ഇന്നലെ ചെയ്തതായിരുന്നു. നേരത്തെ തുടങ്ങിയോ? നേരത്തെ തുടങ്ങാതിരിക്കാൻ പറ്റുമോ ആന്റി? തള്ള വന്നിട്ടുണ്ട്. എന്നോട് പിണങ്ങി കൊച്ചുമാന്റെ കൂടത്തേക്ക് പോയതാ. അവളുമായിട്ട് എന്തൊക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ തന്നെയാ സുഖം മനസ്സിലായല്ലേ? സുഖം തള്ളയ്ക്ക്. എന്റെ കാര്യം ഒന്ന് നോക്കാന്റി. എനിക്ക് എന്നാ സുഖമാ? ഇനി ഷുഗറാ. രാവിലെ തൊട്ട് കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് തള്ളക്ക് ഞാൻ പാവയ്ക്കാ ജ്യൂസ് ഉണ്ടാക്കണം. അയ്യോ, ഞാൻ തന്നെ ചെയ്യണം. എന്റെ ഭേദം. എന്തോ ആന്റി? പാവയ്ക്കാ ജ്യൂസ് അങ്ങോട്ട് കൊടുക്കാ പോരെ? ഓ എന്റെ പൊന്നെ, എന്റെ ആദ്യം ഒന്നും പറയണം. നേരം വെളുത്ത എനിക്കുണ്ടല്ലോ തീറ്റി ഉണ്ടാക്കാനേ നേരമുള്ളൂ. എന്താന്ന് പോട്ടെ, എന്തെങ്കിലും കൊടുക്കാം. സന്തോഷത്തോടെ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമില്ലേ? ഇത് പറയുന്ന ഉപ്പില്ല, പഞ്ചസാരക്ക് മധുരമില്ല, മുളകിന് എരിവില്ല. ഇതൊക്കെ ഏത് സമയം കുറ്റം. അപ്പൊ എനിക്ക് ദേഷ്യം വരായിരിക്കും. എന്റെ ആന്റി ആഹാരത്തെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഒന്നും പറയരുത്, പറഞ്ഞ തമാശയൊക്കെ ആണ് കേട്ടോ. ആന്റിക്ക് അറിയാലോ, ഞാൻ ഈ കച്ചറ പിടിച്ച കുടുംബത്തിൽ നിന്ന് ഉണ്ടായതല്ലേ. മരവാ ഗൾഫീന്നാ. എന്റെ പേരൻസ് ഒക്കെ അങ്ങാ. അപ്പൊ ആന്റി ഞാന് നൂഡിൽസ് ഒക്കെ കഴിക്കത്തുള്ളു കേട്ടോ. ആ പരട്ട പിടിച്ച തള്ളെ കൂട്ടി ഒരു ദിവസം എന്റെ ഫ്രണ്ട്സ് ഒക്കെ വലിയ സ്റ്റൈലുള്ളതും ഭയങ്കര അവര് ഞങ്ങൾ അതങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ കൂടാറുണ്ട്. മീൻസ് ആണുങ്ങൾ കൂടുന്നതൊന്നും അല്ല കേട്ടോ. ഞങ്ങളൊരു നൂഡിൽസോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റം അങ്ങനെയൊക്കെ. അപ്പൊ ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പോയി. ഞാൻ അങ്ങനെ വല്ല ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കെട്ടിയോന്റെ മോന്നാവും. തള്ളെ കൊണ്ടുപോകത്തില്ലെന്തോ. ഇതിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കൾച്ചർ അന്നാ പോട്ടെ, അങ്ങേരെ പിണക്കണ്ട, കൊണ്ടുപോയേക്കാന്നൊന്ന് വെച്ച് ഞാനൊന്ന് കൊണ്ടുപോകാൻ എന്റെ ആന്റി ഒന്ന് കേക്ക്. ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് ആലോചിച്ച് ഞങ്ങൾ നൂഡിൽസിനൊന്ന് ഓർഡർ ചെയ്തേ. ഈ തള്ള അതുപോലെ കണ്ടിട്ടുണ്ടോ? നൂഡിൽസ് പഴയകഞ്ഞിയോ ദോശയോ ഒരുമുള്ള കണ്ടു കിടന്നതിനൊക്കെയാണ് ഞാൻ കൊണ്ടുപോയെന്നൊന്നും ആന്റി ഓർക്കണേ. അവിടെ ചെന്ന് ഞാൻ നൂഡിൽസിന് ഓർഡർ ചെയ്തു. ഹോട്ടെ കൊണ്ടുവന്ന തള്ളയല്ലേ, അതിനൊരു നൂഡിൽസ് അങ്ങ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഇല്ലേ നൂഡിൽസ് ഇങ്ങ് വന്നേ. നല്ല ഡിഷൊക്കെ ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഇത് കണ്ടപ്പോഴേ അപ്പൊ ആന്റി വിചാരിക്കണം, ഒന്ന് ഓർത്ത് നോക്കണം. ഞങ്ങളിങ്ങനെ ചുറ്റും ഇരിക്കുവാണേ, ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി നല്ല സ്റ്റൈലായിട്ടൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടും ഇരിക്കുവാണേ. അപ്പൊ ഈ തള്ള മൈറ്റർ കൊണ്ട് ഫുഡ് വെച്ചു, നൂഡിൽസ് വെച്ചു കഴിഞ്ഞപ്പം ഈ തള്ള ഒരു ചോദ്യം, ഇതെന്താ നാടവരെയാണോന്ന്.
ആന്റി ഇത് മുഴുവൻ കേക്ക് ആന്റി. ദണ്ണമുള്ള കാര്യം പറഞ്ഞു. ദണ്ണം ഉണ്ട് ആന്റി. എന്റെ അവരുടെ മുന്നിൽ വെച്ച് അവർ നാളെ ദണ്ണമുണ്ട് കേക്ക്. തിരിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പം ഇവരെല്ലാം അന്തം വിട്ടങ്ങ് നിൽക്കുവാ. നാളെ വരെ എന്ന് പറഞ്ഞപ്പോ അവർക്കെങ്കിലും അറപ്പായി പോയില്ലേ. ഈ തള്ള വാരി വലിച്ച് ഏറ്റുവാ ആശ. എന്ത് പേര് പിന്നെ പോലെ ഞാൻ മടുത്ത്. ആന്റി ഇങ്ങനെ മനുഷ്യനിങ്ങനെ വയറ്റി വല്ല കൊക്കോപ്പുഴും എനിക്ക് ഒരു ചുമ്മാ ഇരിക്കുമ്പം തിരില് കണ്ടോടിക്കുമ്പോ ഒരു പച്ചക്കപ്പയാണേലും ഇരുന്നോണ്ട് തീറ്റിയോ. പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ഈ കളനെ കക്കുന്ന സമയത്തേക്ക് ഒന്നും കിട്ടിയില്ല. ഒരു കല്ലെടുത്ത് കഷത്തോട്ട് വെക്കുന്നു പറഞ്ഞ പോലെ ആയിപ്പോ വഞ്ചക്കപ്പയൊക്കെ നിന്നത്. അത് പോട്ടെ. എനിക്കൊരു ചെരുപ്പ് മേടിച്ചിടാൻ ഒക്കുവോ? എന്നാ പറ്റും? ഞാൻ ഇച്ചിരി ഹീൽസ് ഒക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇട്ടാ നടക്കുന്നേ. ഇത്ര പ്രായമായ ഒരു ഹീൽസ് ഉള്ള ചെരുപ്പിട്ടോണ്ട് നടക്കണം. ഞാൻ മേടിച്ച് ഒന്നിട്ടു. പിറ്റേ ദിവസം നോക്കുമ്പോ ചെരുപ്പില്ല. എന്തിയെ ഇട്ടോണ്ട് പോയി. എങ്ങോട്ട്? കണ്ടിടം തോറും പറയാൻ പരിദൂഷണം പറയാനായിട്ട്. അത് എന്റെ ഒരു ചെരുപ്പ് തന്നെ കൊണ്ടുപോയി. അയ്യോ വലിയ സ്റ്റൈലിൽ പോകണ്ടേ? ചെരുപ്പ് കൊണ്ടോണ്ട് ആവശ്യമുണ്ട്. ആന്റി ഇങ്ങനെ സ്റ്റൈൽ നടക്കുന്നുണ്ട്. എന്റെ ആന്റി ഇതൊക്കെ പറഞ്ഞു വന്ന എനിക്ക് ഒത്തിരി ഒരു നല്ല സാരി വാങ്ങിച്ചാൽ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് തന്നെയോ? ഞാനേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് മാറിയാ ഒരു മകളുണ്ട്. സ്കൂട്ടറൊക്കെ ഓടിക്കും. വരും തള്ളേ മകളും കൂടെ എനിക്ക് എന്നാ ഞാൻ എടുത്തേക്ക് നോക്കുമ്പോ ഈ തള്ളയില്ലേ ആരും കാണാതെ ഒരു കവറ് കീശയായിട്ട് കൊടുത്തങ്ങ് വിടും. അലക്കാത്തിന്റെ കുടുംബത്ത്. ഇത് പിന്നെ വേറൊരു കാര്യമാണ്. നേരം വെളുത്ത ടിവിയുടെ മുന്നേ എഴുന്നേക്കത്തില്ല. സദാ സമയം ടി വി കാഴ്ച. ഇങ്ങനെ കണ്ടോ ഒരു ടി വി കാഴ്ച? എന്റെ തരുമോ? ഇതൊക്കെ തന്നെയാണ്. മറ്റവളോടൊക്കെ പറഞ്ഞ എല്ലാവരോടും ഒക്കെ പറയും. അതെനിക്ക് ഇഷ്ടമില്ല. ഈ ആകുമ്പോ ആരോടും പറയത്തില്ലല്ലോ എന്നുള്ള ഓർത്ത് മാത്രം പറയും. ഇത് വല്ലതും പറയാനും നമ്മളെ പറഞ്ഞാലും മോനോട് ഓടിച്ചെന്ന് പറയും. പിന്നെ അവരുടെ സൈഡ് നമുക്ക് വല്ലതും പറയാനും. പിന്നെ എന്റെ വീട്ടിലൊന്ന് ചെല്ലുമ്പോഴേ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടുന്നു. അതിനാ എന്റെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോ ഈ ഇതെല്ലാം കുറ്റമെല്ലാം ഒന്ന് പറയുമ്പോ എനിക്കൊരു ആശ്വാസം. അത്രോ. എന്റെ അമ്മ ഒന്ന് കണ്ട് പഠിക്കേണ്ട ആള് തന്നെയാ. എന്റെ അമ്മായിനെ 10 ദിവസം കൊണ്ട് ഞാൻ എന്റെ അമ്മേനെ നിർത്തും. അതാണ് എനിക്ക് കുറ്റം വേണം പറഞ്ഞു കൊടുത്താ. അതായത് അത് നിർത്തുന്നൊന്നും ഇല്ല. അത്ര ശരിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരും പറയണം. പറഞ്ഞില്ല അവരറിയുമോ? അതുകൊണ്ട് പറയണം. എന്നാ അറിയാം ആന്റി? ഞാൻ പറയും. ഒരു വീടായല്ല തട്ടിമുട്ടിയൊക്കെ നിൽക്കൂ. ഞാനും അങ്ങ് മനസ്സിൽ വിചാരിച്ചെങ്കിൽ എല്ലാവരും സഹിക്കും. എന്നാ ചെയ്യാനാ? ഉയ്യോ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. തള്ളിക്ക് ഷുഗറാന്ന് ഞാൻ പറഞ്ഞില്ലേ ആന്റി? ഇങ്ങോട്ട് നോക്കിക്കേ. ചെന്നില്ലെങ്കിലേ ആ പിള്ളേർക്ക് കൊടുത്തുവിടാൻ വെച്ച ജിലേബിയിലും കട്ടിന്ന് തള്ളയ്ക്ക് ഷുഗർ കൂടിയെന്ന് പറഞ്ഞ് കിടന്ന് അസുഖം ഉണ്ടാക്കും. ഇവർക്കട്ടെ ഒരു പണിയൊന്നും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ജ്യൂസ് കൊടുക്കും. ആന്റി എനിക്ക് സമയമില്ല. നാളെ നമുക്ക് കാണാം. പൊങ്ങച്ചം കണ്ടില്ലേ? ഇവിടെ പൊങ്ങച്ചം. ഞാൻ ഇപ്പൊ തന്നെ ശാന്തയോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവര് ജന്മം കൊണ്ട് കോട്ടയംകാരാണെങ്കിലും ഇവരുടെ ഗോസിപ്പ് പറച്ചിലാകുന്ന കർമ്മം കൊണ്ട് തൃശൂർ പൂരത്തിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞു. സമ്മതിക്കാതെ വയ്യ. ആര് പഠിപ്പിച്ചു ഇത്രയധികം ഗോസിപ്പ്? ഇങ്ങനെയൊക്കെ പറയാൻ ആരാ പഠിപ്പിച്ചത്? എന്തായാലും ഞാൻ ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ അതിന്റെ രസം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കാം. സുകുമാരി അമ്മ വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. അതായത് ഡയലോഗ് പറയുന്നതും ശരി, ആക്ഷനും ശരി, ഓരോ ഗോസിപ്പ് പറയുമ്പോൾ ഉള്ള എക്സ്പ്രഷനും ശരി, വളരെ നന്നായിട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റില് നിങ്ങൾ പോയതിന് ശേഷം ഇവർ പറയും, അവളുടെ ഒരു പൊങ്ങച്ചം. എന്നുവെച്ചാല് ഇവര് ഗോസിപ്പാ പറയണത്. നിങ്ങളെ പറ്റിയും അവർ ഗോസിപ്പ് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ത്രീ അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം, ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു. നല്ല ആ ഒരു ഇതായിരുന്നു. അതായത് ഒരു ഫിനിഷിങ് നന്നായിരുന്നു, വളരെ നന്നായി. വെരി ഗുഡ്. താങ്ക് യു അമ്മ. താങ്ക് യു. ശരിക്കും എനിക്ക് ലിബി ചേച്ചി ആ ലാസ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ ഇവളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇവളുടെ കാര്യങ്ങളൊക്കെ പറയട്ടെ, ഒരു പൊങ്ങച്ചക്കാരി എന്ന് പറഞ്ഞ് പോകുന്ന കണ്ടപ്പോ സുകുമാരി അമ്മ ചെയ്ത തലയണ മന്ത്രം എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടറാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്. അതായത് ഉർവശി ചേച്ചിയോട് അതുവരെ ഭയങ്കര ഗംഭീരമായിട്ട് മീനാമ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഉർവശി ചേച്ചിയും പോയി കഴിയുമ്പം അടുത്ത ആളിനോട് ഉർവശി ചേച്ചിയുടെ കുറ്റം പറയുന്ന സുകുമാരിയമ്മയുടെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കോൺട്രാക്ടിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്,
അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്തപ്പേര്? ഐ എം കമ്മിങ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ചു കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. ആണോ? ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ? ഈശ്വര, എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? നമുക്ക് മല്ലിക മാമിന്റെ അഭിപ്രായം ചോദിക്കാം. അല്ല, ചേച്ചി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയും ഇവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് സത്യം. ജീജാബായി അതെ, ലിബി അതെ, നന്നായിട്ട് ചെയ്തു, വളരെ നാച്ചുറലായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് ജീജാബായിയുടെ ഒരു സാധനം ആ പറഞ്ഞു വന്നപ്പം വന്നൊരു കൃത്രിമമായ ഒരു ഗദ്ഗതയില്ലേ, ദണ്ടുണ്ട് നന്നായിരുന്നു അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീജാബായി ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പറച്ചിലിന്റെ ഇടയിൽ കൂടെ ഇത്രയും പരദൂഷണം പറഞ്ഞ ഇടച്ചൂടെ ആ ഒരു സിമ്പതിക്ക് വേണ്ടി ഒരു ഗദ്ഗതം. പിന്നെ ഈ പറഞ്ഞാൽ എന്റെ എൻഡിങ് നന്നായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാനിപ്പോ കാരണം ഇത്രയും നേരം ഇതിന് കൂട്ടുനിന്ന ആള് തന്നെയാണ് അവസാനം അടുത്ത് കൊളുത്തി കൊടുക്കാൻ പോകുന്നത്. നല്ല സാധനമായിരുന്നു. അത് മാത്രമല്ല, ഇത് പറയാനുള്ള സമയം കിട്ടുമോ കിട്ടില്ലേ, പെട്ടെന്ന് പറയണമല്ലോ, ഇനി ബാക്കി വരുന്നല്ലോ എന്നുള്ള വെപ്രാളവും മനസ്സിനകത്തുണ്ടായിരുന്നു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. നമുക്ക് ലതാ മാമിന്റെ അഭിപ്രായം അറിയാം. ഇതൊരു അഭിനയമാണെങ്കിലും അമ്മായിമ്മമാർക്കൊരു ചെറിയ വിഷമമുണ്ടായി കാണുമോന്ന് എനിക്ക് സംശയം. സ്വന്തം മരുമക്കൾ ഇങ്ങനെ നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ അഭിനയമാണെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഉള്ളിലൊന്നും തട്ടുമോ എന്നൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, പിന്നെ നമ്മളിങ്ങനെ ഇമോഷൻസ് നമ്മളിങ്ങനെ റിപ്രസ്ഡ് ആയിട്ട് വെച്ചേക്കുന്നത് ആരോടെങ്കിലും ഒന്ന് വെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടും. അതിനുവേണ്ടിയായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഗോസിപ്പ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു കോൺസിക്വൻസും കൂടെ നമ്മൾ ഇതിനകത്തൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്ര അങ്ങ് ഗോസിപ്പ് പറയുന്നതിന് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെസ്സേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നന്നായിരുന്നു. വളരെ തന്മയത്വമായിട്ട് അഭിനയിച്ച് കൺഗ്രാജുലേഷൻസ്. അമിതമായിട്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ മരുമക്കളെ കുറിച്ച് അമ്മമാരോട് തന്നെ ചോദിക്കാം. അമ്മ ഇങ്ങനെയൊക്കെയാണോ ശരിക്കും? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക്? ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല. 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 ഉണ്ടായിരുന്നെങ്കിൽ ഈ മരുമോള് പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കി തരുമായിരുന്നോ? കുഞ്ഞമ്മ? എനിക്കൊരു പരാതിയും പറയാനില്ല. അവള് ഞാനുമായിട്ട് അതുപോലെ സ്നേഹമായിട്ടാണ് കഴിയുന്നത്. അമ്മച്ചിക്ക് ഒന്നും കഴിക്കത്തില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പൊ പിന്നെ കഴിപ്പിന്റെ കാര്യമല്ലേ. പച്ചക്കപ്പയൊന്നും കഴിക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഹാരം കഴിപ്പ് തന്നെ കുറവാ. ആഹാരം കഴിപ്പ് തന്നെ കുറവാ. ആ രക്ഷപ്പെട്ടല്ലോ, പണിയൊന്നും എടുക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് മാർക്ക് ചോദിച്ചറിയാം. മല്ലിക മാം, ഔട്ട് ഓഫ് 40? ഔട്ട് ഓഫ് 40 ജീജാബായിക്ക് 30 ഔട്ട് ഓഫ് 40. ഓക്കെ. ലിബി 25 ഔട്ട് ഓഫ് 40. 25 30. സുമാരിയമ്മ? ജീജാബായി 35, ലിബി 30. ഓക്കെ. ലതാ മാം? ജീജാബായി 15, ലിബി 12. അപ്പോ ജീജാഭായിയുടെ ടോട്ടൽ സ്കോർ 80 മാർക്കാണ്. ലിബി ചേച്ചിക്ക് 67. ഒട്ടും മോശമല്ലാത്ത മാർക്കാണ് രണ്ടുപേർക്കും. അപ്പോ അടുത്ത റൗണ്ടിൽ കൂടുതൽ പുതുമയുള്ള ഐറ്റംസുമായിട്ട് വരാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പെർഫോമൻസുമായി എത്തുന്നത് ദേവിയും നിമിഷയുമാണ് കാലിക്കറ്റിൽ നിന്ന്. നമുക്ക് അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ദേവിയമ്മ, നിമിഷ. നിമിഷ എവിടെ? ഷോക്കിംഗ് ട്രൂത്ത് കഴിഞ്ഞപ്പോ പിണങ്ങിപ്പോയോ? ഇല്ല, പിണങ്ങിപ്പോകാൻ ആൾ ഉദ്ദേശിക്കുന്നില്ല. നിമിഷ ഒരു പ്രത്യേക വേഷത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതെന്ത് വേഷമാണ്? നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ? ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എത്ര നല്ല കല്യാണാലോചന വന്നതാ. എന്നിട്ട് എന്റെ മകന് കിട്ടിയത് ഒരു വട്ട് പെണ്ണിന്. അതും പോരാ, ചാക്യാർകൂത്തുകാരന്റെയും ഹോട്ടൽ തുള്ളുകാരന്റെയും കഥകളിക്കാരന്റെയും എന്ന് വേണ്ട എല്ലാരും ബാധ അവളുടെ ദേഹത്ത്. ഇതാ പോകുന്നു എന്റെ മരുമകളെ പോയി തന്നെ വേപ്പണ സാധനം. രാവിലെ പോകും, വൈകിട്ട് വരും. എവിടെ പോകണാവോ?
നമസ്കാരം. ഞാൻ ഡോക്ടർ വിമൽകുമാർ. നിങ്ങളാണോ പേഷ്യന്റ്? അല്ലേ അല്ല, ഇതാ വരുന്നു ഒരു സുന്ദരി കോത. ഓ, ഇതെന്തൊരു വേഷോ? അയ്യേ. ഹലോ ഡോക്ടറെ, ഫോണ് കാണിക്കല്ലോ. ഫോണ് കണ്ടാലാവോ എപ്പ തുടങ്ങി. ഇഷ്ടപ്രിയൻ. എന്താ ഇഷ്ടപ്രിയൻ എന്ന് വെച്ചാൽ ആണോസ്യ പെണ്ണസ്യ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, കുട്ടികളോസ്യ മനം ഫോകസ്യ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വഴിയാധാരമാക്കുന്ന, ഹരഹരോസ്യ യുവാക്കങ്ങനെ ഹരൻ കൊള്ളിച്ച് അല്ലെങ്കിൽ പാർലമെന്റിലെ മന്ത്രിമാരെ ഹരൻ കൊള്ളിച്ച് രാജിവെപ്പിക്കുന്ന സർക്കാർ മൊബൈൽ ഫോൺ. കുട്ടി പറഞ്ഞതിന് കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ കാലമല്ലേ? ഇപ്പൊ മൊബൈൽ ഫോണിലൊക്കെ ഫാഷൻ അല്ലേ? ഫാഷൻ പല പല മോഡലിൽ ഇപ്പോൾ കഷ്ടം പല പല ഡ്രസ്സുകൾ ഇപ്പോൾ. ഫാഷൻ പല പല മോഡലിൽ ഇപ്പോൾ കഷ്ടം പല ചില ഡ്രസ്സുകൾ ഇപ്പോൾ. കച്ചി പിന്തുണിയുണ്ടെന്നാകെ ലേഡി പിന്തുണി മൊത്തം ഓക്കെ. പെൺപിള്ളേരുടെ കുപ്പായത്തിന് ശീലാശേഷം വേണ്ടെന്നായി. പാവാടയ്ക്കും ഇറക്കം പോരാ പാടുപെടണം കുനിയണമെങ്കിൽ. ചുരിദാറിന്റെ ടോപ്പിൻ കീറി കീറി കക്ഷം വരെയായി. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിന് ഇന്റീരിയർ മെറ്റീരിയൽ ഡിസൈനിങ് അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയും. ബൈ ദ ബൈ, കുട്ടിക്ക് എപ്പോഴാണ് അസുഖം സംഭവിച്ചത്? വീട്ടില് ഒരു ജോലിയും ചെയ്യല്ല. രാവിലെ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ആഹാരവും കഴിച്ച് ടിവിന്റെ മുന്നിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ച്, സിനിമാ നടന്മാരെ വേറെ പറയണ്ട, കയ്യോ വേറെ, കഥകളി വേറെ എന്ന് വേണ്ട, ഇതൊക്കെ കണ്ട് കണ്ട് ഒരു ദിവസം എനിക്ക് ഭയങ്കര വെറുപ്പ് വന്നു. അപ്പൊ ഒരു വടിയിട്ട് അവൾ തലക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പൊ തുടങ്ങിയതാ. ഒരു വടിയെടുത്ത് തലക്കടിച്ചപ്പോ അസുഖം തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? தடக்கு தடக்கு என்ன அடிக்க அடிக்க மழை, இனிக்க இனிக்க உயிர் கேட்குது பாட்டு, சொடக்கு சொடக்கு என்ன தடிக்கு தடிக்கு விழ வெடிக்கும் வெடிக்கும் இசை தாளங்க கூட்டு, மலரோ நனையுது மனமோ குளிருது உலகோ கரையுது சுகமோ பெருகு. മോളോടാ കളി. കൊലപാതകവും കേരളത്തിൽ സുലഭമായി. റെഡി 1 2 3. ഹർത്താലല്ലോ കേരളത്തിൽ, ഹർത്താലല്ലോ ഹർത്താലല്ലോ കേരളത്തിൽ ഹർത്താലല്ലോ. ഒരാൾക്ക് വട്ടുണ്ടെന്നല്ലേ പറഞ്ഞില്ലേ കൂട്ടിക്കൊണ്ട് വന്നതിന്? ഇപ്പൊ രണ്ടാൾക്ക് വട്ടായി സാറേ. സാർ, വണ്ടി കാശിന് എന്തെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. കൊച്ചു കള്ളൻ നട്ടലൊക്കെ. അയ്യേ, 2 സ്റ്റെപ്പ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി, ഇതുവരെ പഠിച്ചില്ല. ആ 2 സ്റ്റെപ്പ് ഒന്ന് നോക്കട്ടെ, ഡോക്ടർ ഒന്ന് നോക്കണേ. ശാന്തേ, നമ്മളെ സ്റ്റെപ്പ് ഒന്ന് വെച്ച് നോക്കുക. താൻ തരികിടത്തോ ഇവിടെയുള്ള പട്ട ജീവൻ വേണേ രക്ഷപ്പെട്ടു. ഇങ്ങനെയാണോ കളിക്കുന്നത്? ഇവർക്കൊന്നും അറിയില്ല, ഞാൻ കാണിച്ചു തരാം. മാങ്ങ വരയ്ക്ക് ചളിക്കുത്ത്, മാങ്ങ വരയ്ക്ക് ചളിക്കുത്ത്, മാങ്ങ വരയ്ക്ക്. ഇതെന്താണ്? ഒരു നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, ഓട്ടം തുള്ളൽ, കുറച്ച് കഥകളി ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അല്ലേ? എന്ത് തോന്നുന്നു നിമിഷയ്ക്ക് ഇന്നത്തെ ഒരു പെർഫോമൻസിനെ കുറിച്ച്? നിമിഷയ്ക്ക് എന്താ പറയാനുള്ളത്? ജസ്റ്റ് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു ചാലഞ്ച് പോലെ എടുത്തതാണ്.
എന്നെ കൊണ്ടാകും വിധം പെർഫോം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് വേദിയിലേക്ക് കയറിയതാണ്. ബാക്കി എന്നെക്കാളും ഒരുപാട് അനുഭവങ്ങളും അഭിനയത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് പേര് എന്റെ മുമ്പിലുണ്ട്. ഓക്കെ, പക്ഷേ മൊത്തത്തിൽ ഇത് കുറച്ച് ഹെവി ആയി പോയതായിട്ട് നിമിഷയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഹെവി ഇല്ല. എനിക്ക് അഭിനയം എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അഭിനയത്തില് ഏത് റോൾ കിട്ടിയാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും പോലെ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അഭിനയിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ? വളരെ ഇഷ്ടമാണ്. ഓക്കെ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ് തോന്നിയത്. എന്റെ മരുമകൾ ഇങ്ങനെ ഒരു ഓട്ടം തുള്ളലും കഥകളിയൊക്കെ ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചത് കണ്ടപ്പോൾ ഒരു സന്തോഷമായിട്ടാണ് തോന്നിയത്. മരുമകളുടെ മാത്രത്തിലല്ല, മൊത്തത്തിൽ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവരും നന്നായിട്ട് ചെയ്തു തോന്നുന്നു. ഓക്കെ, എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് മല്ലിക മാമിന്റെ അഭിപ്രായത്തിലേക്ക് പോവാം. മല്ലിക മാം. നിമിഷ ഒരു തെറ്റില്ലാത്ത ജന്മസിദ്ധമായിട്ടൊരു കലാവാസനയൊക്കെ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് കഴിഞ്ഞ റൗണ്ടിൽ തോന്നിയത്. എന്താണ് നിമിഷ സ്റ്റേജിൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നപ്പം ഇത്ര നിസ്സാരമായി കണ്ടത്? വാസ്തവത്തിൽ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം ഇൻട്രൊഡക്ഷനൊക്കെ കേട്ടപ്പോൾ കലയെയും കലാകാരന്മാരെയും അമിതമായി സ്നേഹിക്കുന്ന പാരമ്പര്യമാണല്ലോ കേരളത്തിലെന്നൊക്കെ പറഞ്ഞിട്ട് കേരളീയ സംസ്കാരത്തിനെ ഒരുമാതിരി അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നിപ്പോ ഇവിടെ കണ്ടത്. ഒന്നില്ലെങ്കിൽ എന്തോ പ്രശ്നം നിങ്ങളൊക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ ദേവിയമ്മ വല്ല പിണക്കം വല്ലതും ഉണ്ടായോ മോളുമായിട്ട്? അല്ല, എന്തൊക്കെയോ എല്ലാവരും മറന്നു പോകുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എടുക്കുന്നു. അപ്പൊ ഒരു പ്രോപ്പർ റിഹേഴ്സൽ ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല റിഹേഴ്സലിന്. എന്തോ ഒരു ഞാൻ നിമിഷയിൽ നിന്നും ഇതല്ല പ്രതീക്ഷിച്ചത്. കാരണം എനിക്കൊരു കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഉള്ളിലൊരു ചെറിയ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. കാരണം കലയെ സ്നേഹിക്കുന്ന, കലയെ പറ്റി ഇത്രയും ഇപ്പൊ എന്താ പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് അഭിനയിക്കാൻ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അഭിനയം എന്ന് പറയുന്നത് ഒരു അദമ്യമായ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പെർഫോമൻസിന്, അതും പ്രത്യേകിച്ചും ഓഡിഷൻ കഴിഞ്ഞു, പിന്നർ റൗണ്ട് കഴിഞ്ഞു, അല്ലെ, ഇത് അടുത്ത സ്റ്റേജാണ്, എന്തായാലും കുറച്ച് സീരിയസ് ആവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇതൊരു തമാശ മാത്രമല്ലല്ലോ, അല്ലെ, നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി, അത് നല്ലൊരു വേദി തരികയാണ്. സുകുമാരി ചേച്ചിയെ പോലുള്ളവർ ഇവിടെ ഇരിക്കുന്നു. അപ്പോ എനിക്കെന്തോ എല്ലാം കൂടെ കളിയാക്കിയതുപോലെ തോന്നി ആകെ മൊത്തം. ഇത് കോമഡിയും അല്ല, സീരിയസും അല്ല, ഒന്നുമല്ല. അവസാനം എല്ലാവർക്കും പട്ടുപിടിച്ചു, അതൊക്കെ മനസ്സിലായില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിമിഷയ്ക്ക് കുറച്ചും കൂടി ഒരു നല്ല സാധനം, ഇനി ഇത് തന്നെ കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് നന്നായിട്ട് നല്ല ഡയലോഗും എല്ലാരെയും ഒന്ന് പഠിപ്പിക്കാമായിരുന്നു. അതല്ല, നമ്മുടെ കൂടെ പെർഫോം ചെയ്യുന്നവർ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് താങ്ങാവുന്ന സാധനങ്ങൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ചുമക്കാവുന്ന ഭാരത്തിൽ കൂടുതൽ കൊടുക്കുമ്പോഴാണ് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു മത്സരവേദിയിൽ ഒഴിവാക്കുക. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംഭവം കാണിച്ചാലും നമുക്കൊരു ഫാമിലി കാർണിവലിന്റെ ഒരു ഭാഗമായേനെ. ഇത് ഒരുപാട് പേരെ കൊണ്ടുവന്നു, പിന്നെ വന്നു, എന്തൊക്കെയോ സംഭവിച്ചു. ആർക്കും അവനവന്റെ റോളിനെ കുറിച്ചോ അവരവരുടെ ഡയലോഗുകളെ കുറിച്ചോ ഒക്കെ ഒരു സംശയമായിരുന്നു മൊത്തത്തിൽ. അത് കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, എനിക്ക് സൂചിപ്പിക്കാൻ നിമിഷം ആർട്ടിസ്റ്റിക്കലി നിമിഷ ഒരു മോശം പെർഫോമർ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പ്രത്യേക പെർഫോമൻസ് ലെവലേശം മനസ്സിൽ തട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ചേച്ചി പറയട്ടെ. മോളിതിനേക്കാൾ നല്ല ഒരു പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ഐറ്റം നിങ്ങൾ ഇവരെല്ലാരെയും നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ച ഒരു ഐറ്റം നിങ്ങളത് കാണിച്ചാൽ മതിയായിരുന്നു എങ്കിൽ നന്നായിരുന്നേനെ. ബിക്കോസ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇപ്പോ ആ ബ്രദർ പോലും നിങ്ങൾ പാടുന്ന പാട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും അദ്ദേഹം മറന്നുപോയി. ആ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ നിനക്കായ അടുത്ത ഡയലോഗ് വരുന്നില്ല, അല്ലേ? നല്ല ഇതായിരുന്നു. ടെലിഫോണിനെ കുറിച്ച് പറഞ്ഞു, ഡ്രസ്സിനെ പറ്റി പറഞ്ഞു, എല്ലാം. നമുക്ക് ആക്ഷേപിക്കേണ്ട കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല ഒരു കലയാണ്. ആ കലയെ നിങ്ങൾ ഇട്ടിരിക്കുന്ന വേഷം, അതിനൊരു ഇതില്ലേ? ആ കലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ഒരു ഐറ്റം ചെയ്തിരിക്കാമായിരുന്നു. നിങ്ങൾക്ക് അറിയത്തക്ക രീതിയിൽ ഇവര് കുടുംബാംഗങ്ങൾ കൂടെ നിന്ന് അത് കാണാമായിരുന്നല്ലോ. എന്റെ മോള് പുതിയ ഒരു ഐറ്റം പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നമുക്ക് കാണാം എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ അത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗി നന്നായിരുന്നു. അത് അതിനുള്ള കഴിവുണ്ടല്ലോ, അല്ലേ? മോണോ ആക്ടിങ് പോലെയോ എന്തെങ്കിലും. ഇതിപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഡിസപ്പോയിന്റ്. ഓക്കെ, ലത മാം. ഇതിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എന്താണ് നിങ്ങൾ ഇതിന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അതൊരു നെഗറ്റീവ് മെസ്സേജ് പോലാണ് ഞങ്ങൾക്ക് തോന്നിയത്.
നിമിഷ ഒരുപാട് ഹെവി ലോഡ് എടുത്ത് മറ്റുള്ളവരുടെയും കൂടെ തലതാ കുറച്ച് നിങ്ങളും വെച്ചോ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ. ഒരു തെറ്റിദ്ധാരണ വരരുത്. ബാക്കിയുള്ളവര് കാരണം നിമിഷയുടെ പെർഫോമൻസ് അങ്ങനെ പറയരുത്. അങ്ങനെയല്ല, അതല്ല നിമിഷ. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ, ഇപ്പൊ നിമിഷയ്ക്ക് ഒരു പക്ഷേ കൂടുതൽ പെർഫോം ചെയ്ത് ഒരു ശീലം ഉണ്ടായിരിക്കാം. പാവ അമ്മ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലൈറ്റ്സും ഒക്കെ വെച്ചൊരു സ്റ്റേജിൽ കയറുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മയെ കൊണ്ട് താങ്ങാവുന്നത് ചെയ്യിപ്പിക്കേണ്ട ചുമതല നിമിഷയ്ക്കാണ്. ഇപ്പൊ അമ്മയുടെ കാര്യം വിട്ടോളൂ, ബാക്കിയുള്ളവർ പോലും ഇപ്പൊ ഡോക്ടർ വന്നു, എല്ലാവരും വന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന് വലിയ ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ അവസാനം വന്നിട്ടുള്ള ഒരു സമയമുള്ളൂ. എല്ലാവർക്കും ആ ടൈമിംഗ് അനുസരിച്ച്. അപ്പൊ ഇതിലൊക്കെ നല്ലത് ഞങ്ങൾ പറഞ്ഞ പോലെ നിമിഷം ഒരു മോണോ ആക്ട് ചെയ്തിട്ട് എന്താ കാരണം, അപ്പൊ അവിടെ എന്താ ഇത്രയും ചോദിപ്പിച്ചാൽ മതിയായിരുന്നു, ബാക്കി നിമിഷം പറയില്ലേ. അങ്ങനെ പോയാലും ഇതിനൊരു പൂർണ്ണത വന്നേനെ. ഇത് ഇവർക്കും കൂടി കുറെ കഥകൾ പറയാനായിട്ട് അതിനകത്ത് ലിങ്ക് ചെയ്ത് കൊടുത്തപ്പോ ആ കഥകളും എല്ലാം കൂടി എന്തോ ഒരു ചെറിയൊരു അവിയൽ വരുവായിപ്പോയി. അതാണ് പറ്റിയത്. കൺഫ്യൂഷൻ ഉണ്ടായി. അല്ലാതെ ഇപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ പറ്റും അല്ലേ. അതെ. ഓക്കെ, എനിവേ നമുക്ക് മാർക്കിലേക്ക് പോവാം. മല്ലിക മാം 40ൽ 15. ഓക്കെ. സുമാര്യമ്മ അത് തന്നെ 40ൽ 15. മാം ഔട്ട് ഓഫ് 20 8. സാരല്ല, വീണാണ് നമ്മള് നടക്കാൻ പഠിക്കുക. അപ്പൊ നിങ്ങക്ക് നന്നായിട്ട് നടക്കാൻ അറിയുന്നവര് ഈ കാണിച്ചത് കുറച്ച് അഹങ്കാരമായി പോയിന്നേ ഞാനും പറയുള്ളൂ. അതുകൊണ്ട് അടുത്ത പെർഫോമൻസ് നന്നായിട്ട് വരട്ടെ. ഇപ്പം ടോട്ടൽ സ്കോർ 38 മാർക്ക് മാത്രമാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മായിയമ്മയുടെ അടുത്ത സെഗ്മെന്റ് ഷോക്കിംഗ് ട്രൂത്ത് ആണ്. നമ്മുടെ മുന്നിൽ ഷോക്കിംഗ് ട്രൂത്തുമായി എത്തുന്നത് മകന്റെ വിവാഹം കഴിഞ്ഞ് 11 വർഷമായിട്ടും മരുമകളോട് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു പിടി കാര്യങ്ങളുമായി വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും രത്നമ്മയാണ്. നമുക്ക് ആ അമ്മയെ സ്വാഗതം ചെയ്യാം. രത്നമ്മ, കരുനാഗപ്പള്ളി. ഒപ്പം അമ്മയുടെ മരുമകൾ മഞ്ജുഷയും. സ്വാഗതം മഞ്ജുഷ. നല്ല പേടിച്ചാണല്ലേ അവിടെ ഇരിക്കുന്നത്. ഈ 11 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മയ്ക്ക് ഇത്തരത്തിലൊരു ലെറ്റർ എഴുതത്തക്ക രീതിയിൽ മഞ്ജുഷ ഉണ്ടാക്കി വെച്ചത്? എന്തായിരിക്കും? അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അമ്മ സാധാരണ എല്ലാം തുറന്ന് പറയാറുണ്ട് എന്നോട്. ആണല്ലേ? എന്നാലും കുറച്ച് ടെൻഷനോട് കൂടിയാണ് ഇരിക്കുന്നത് ഇല്ലേ? അമ്മ ഒരു ക്ലൂ തരാൻ പറ്റുമോ? കത്ത് വായിക്കട്ടെ. കത്ത് വായിക്കട്ടെ എന്നാണല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ടോ? മഞ്ജുവിന് ഒരുപാട് വിഷമങ്ങളാവുന്ന കാര്യങ്ങളാണോ? ഇച്ചിരി വിഷമം ഉണ്ടാവും. ഇച്ചിരി വിഷമം ഉണ്ടാവട്ടെ അല്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പം മല്ലിക മാം, നമുക്ക് കത്തിലേക്ക് പോവാം. രത്നമ്മ, എന്തായാലും അമ്മയുടെ മോളുടെ അനുവാദത്തോടുകൂടി ഞാൻ ആ കത്തിപ്പ് പൊട്ടിക്കാൻ പോവാണ്. വായിക്കട്ടെ? ഓ ശരി. പല പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചിട്ടും പറയാത്ത കാര്യം. അമ്മ മോളെ തന്നെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തെ ജീവിതത്തിനിടയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പോലെ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ആദ്യം ഇൻവേർട്ടഡ് കോമാസിൽ അമ്മ എഴുതിയിരിക്കുന്ന വാചകം അതാണ്. ഇതിപ്പോൾ പറയാനുള്ള സാഹചര്യം നീ തന്നെ ഉണ്ടാക്കി. ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നീ കണ്ടിട്ടില്ലേ, ഇവിടെ അച്ഛൻ എന്തെല്ലാം കാര്യത്തിന് ദേഷ്യപ്പെടുന്നു. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വഴക്കു പറയും. എന്നാൽ ഇന്ന് വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 3 മണിക്കൂറിൽ കൂടുതൽ മിണ്ടാതിരുന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ കല്യാണത്തിന് തലേ ദിവസം ഞാൻ മോനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നത്. ഒരിക്കൽ മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി അച്ചാച്ചനെ ചേട്ടാ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുമെന്ന്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു, നീ വന്ന നാൾ തൊട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യം ഇനിയും മാറ്റി വെക്കരുതെന്ന്. ഇപ്പോൾ ഇതാ കൈരളി ടിവിയുടെ അമ്മായിയമ്മ എന്ന റിയാലിറ്റി ഷോയിലൂടെ ഈ വിവരം നിന്നെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. വലിയതായിട്ടുള്ള കുറ്റങ്ങളൊന്നുമില്ല അമ്മയ്ക്ക്.
ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം. അതിനകത്ത് അതിന്റെ ഒരു വിശദീകരണം ചെറുതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത്, മോള് മകനെ സ്നേഹിക്കുന്ന അളവ് ഒരല്പം കുറഞ്ഞു പോയോ എന്നൊരു വിഷമം അമ്മയ്ക്കുണ്ട്. അതിന് ഇവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങള് കാരണം മിണ്ടാതിരിക്കുന്ന ഒരു അമ്മ 3 മണിക്കൂറേ പിണങ്ങിയിരിക്കാറുള്ളൂ. ഇനി മോൾ അത് 13 മണിക്കൂറാക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എന്താണ് അത് അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഇവര് വലിയ പ്രായവ്യത്യാസമില്ല. അപ്പം ഒരിക്കൽ അവൻ എന്നോട് ഇത് പറഞ്ഞപ്പോഴാ അമ്മച്ചി അച്ചാച്ചനെ ചേട്ടാ എന്ന് വിളിക്കുമ്പോ എനിക്കങ്ങ് അസൂയാന്ന്. മോള് പേരാണോ വിളിക്കുന്നത്? ചിലപ്പോഴാ പോള എന്നൊക്കെ വിളിക്കും. എല്ലായിടത്തും ഉണ്ട് പൊന്നമ്മ. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു ഫാഷന്റെ ഭാഗവും കൂടെയാണ്. ഈ ചേട്ടാ വിളിയൊന്നും അധികം ഇല്ലമ്മേ നമ്മുടെ കാലത്തെ പോലെ. ഇപ്പൊ എന്റെ മക്കളും മരുമക്കളും ഒക്കെ തന്നെ ഇപ്പൊ ഞാൻ സുഖോട്ടാന്ന് വിളിച്ചിരുന്നു, പൂർണിമ ഇന്ദിരാന്ന് വിളിക്കുന്ന കാണാം, സുപ്രിയ രാജു എന്ന് വിളിക്കുന്ന കാണാം. അതിലൊന്നും അമ്മ ഒരു സ്നേഹക്കുറവുണ്ടാണെന്ന് വിചാരിക്കണ്ട. പക്ഷെ അല്ലാതെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ മോനെ കുറച്ചുകൂടെ സ്നേഹിക്കണമായിരുന്നു? വിളി മാത്രമേ ഉള്ളോ കുഴപ്പം? രണ്ടും കൂടെ ചുണ്ടി പെട്ടെന്ന് ദേഷ്യം വരാറുള്ള മനുഷ്യക്ക്. അതാണ്. അപ്പം ഈ സഹനശക്തിയും ക്ഷമയും കുറച്ച് കുറവാണല്ലേ? ചേച്ചി പറയട്ടെ കുറച്ചുകൂടി ആധികാരികമായി. അല്ല, അമ്മ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണ്, നമ്മുടെ പഴയകാലത്തെ ആൾക്കാരല്ല. അപ്പൊ അവരുടെ വേ ഓഫ് ഈ സംസാരിക്കുന്നതേ വേറെ രീതിയാണ്. ഞാൻ പല സ്ഥലത്തും പോകുന്നതുകൊണ്ട് പലരെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് പേര് വിളിക്കുന്നതോ അല്ലെങ്കിൽ എടാ പോടാ വാടാന്ന് വിളിക്കുന്നതിലൊന്നും ഒരു ഇതുമില്ല. ഇപ്പം ബ്രാഹ്മിൻ ഇതിലെടുക്കുകയാണെങ്കിൽ അമ്മയെപ്പോലും എന്നടി എന്നാണ് വിളിക്കുന്നത്. അത് തെറ്റായിട്ട് വിചാരിക്കാനില്ല. അവരുടെ ലാംഗ്വേജിൽ അങ്ങനെയാ അവർ വിളിക്കുന്നത്. അമ്മയെപ്പോലും വാടിപ്പൊടിന്ന് വിളിക്കുന്ന ആ ഒരു ഇതാണ്. അതുകൊണ്ട് അതൊന്നും വലിയ തെറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ പ്രായം നമ്മുടെ പ്രായം അല്ലല്ലോ. അവരിതൊക്കെ കഴിഞ്ഞു വേണ്ടേ, ഇനി വേണ്ടേ വരാൻ. കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് അതൊക്കെ അവർക്ക് മനസ്സിലാവും. കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ വിടണം. എല്ലാം തന്നെത്താനെ ശരിയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇവിടുന്ന് കുറെ മാറി നിൽക്കും, അപ്പം രണ്ടുപേരും കൂടെ ശരിയായിക്കോളും. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനിടയ്ക്ക് അമ്മ തന്നെ കത്തിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അമ്മയുടെ മകൻ വന്ന് പറഞ്ഞു, അച്ഛനെ അമ്മ ചേട്ടാന്ന് വിളിക്കുന്ന കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അമ്മയുടെ മകന്റെ മനസ്സിൽ അമ്മ എന്നും ഒരു വലിയ നല്ല ഒരു അമ്മയും സ്ത്രീയും ഒക്കെയാണ്. അപ്പം അതുപോലെ അമ്മ നമ്മുടെ മക്കൾക്ക് നമ്മളെ അറിയാമെങ്കിൽ പിന്നെ മരുമക്കളെ കൂടെ ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത് അത് വേണ്ട. നമ്മുടെ മക്കൾ അറിഞ്ഞാൽ മതി നമ്മൾ ആരാണെന്നുള്ളത്. മരുമക്കൾ അറിയോ അറിയാതിരിക്കോ ചേച്ചി പറഞ്ഞ പോലെ അവർ വേറെ താമസിക്കുമ്പോഴായിരിക്കും അമ്മയുടെ വില അറിയാൻ പോകുന്നത്. പ്രായം അധികമായിട്ടില്ലല്ലോ. കുറച്ചുകൂടെ പ്രായമാകുമ്പോ തന്നെ അവർ മനസ്സിലാക്കും. മോളെ നീ എന്ത് പറയുന്നു, അമ്മ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ? അമ്മ പറയുന്നതെല്ലാം ശരിയാണ്. അതുപോലെ അമ്മയ്ക്ക് അതുപോലെ അമ്മയ്ക്ക് ഒത്തിരി ക്ഷമയും സഹനശക്തിയൊക്കെ ഉണ്ട്. എനിക്ക് അത്രയും ഇല്ല. ഞാൻ പെട്ടെന്ന് വഴക്കിടുവാണ് എന്റെ അടുത്ത്. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ബാക്ക് ആൻസർ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ക്ഷമ, അപ്പൊ അമ്മ ഇത് പറഞ്ഞു തരും, നീ എന്നെ കണ്ടു പഠിക്കുക എന്നൊക്കെ എപ്പോഴും പറയും. അപ്പൊ ഇനി നാളെ തൊട്ട് നമുക്കിത് മനസ്സിലാക്കി അമ്മ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ പെരുമാറുക, അല്ലേ? താമസിക്കാതെ. അപ്പൊ ഇതൊക്കെ ചെറിയ 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 കാര്യങ്ങളാണ് അല്ലേ? കൊച്ചു കാര്യങ്ങൾ. സാധാരണ ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് അമ്മായിയമ്മമാർക്കും മരുമക്കൾക്കും ഒക്കെ പരസ്പരം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ. ഏതായാലും നമുക്ക് ഡോക്ടറിന്റെ അഭിപ്രായത്തിലേക്ക് പോവാം. ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അവര് ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് അവർ കാണുന്നത്. അവർക്കൊരു ഫ്രണ്ട്ഷിപ്പാണ്. പണ്ടത്തെ ഒരു ഐഡിയ അല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ബ്രെഡ് വിന്നർ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കാണുന്നത്. അപ്പൊ കുറച്ചുകൂടെ റെസ്പെക്ട് ആയിട്ടും കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഒരു ഫ്രണ്ട്സ് ആയിട്ടാണ് ഒരു ഹസ്ബൻഡിനെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും മഞ്ജുഷ ചിലപ്പോ അങ്ങനെ പേര് വിളിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് പെരുമാറുന്നത്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് നേരത്തെ തന്നെ പറയാമായിരുന്നു. ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്നേ മഞ്ജുഷ അത് മനസ്സിലാക്കിയാണ്. ഇപ്പൊ ഈ കത്തിലൂടെ പറഞ്ഞപ്പോഴേ മഞ്ജുഷയ്ക്ക് മനസ്സിലായുള്ളൂ. അല്ല, ഡോക്ടറോട് ഞാൻ ഒരു കാര്യം പറയാം. ഡോക്ടർക്ക് അറിയാം, ഇപ്പൊ എന്റെ അമ്മയൊക്കെ ചേട്ടാന്നും വിളിച്ചിട്ടില്ല. അണ്ടേ ഇവിടെ ചേട്ടൻ വന്നാട്ടെ
അപ്പൊ ഞങ്ങള് ചോദിച്ചിട്ടുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്. അവസാനം അമ്മ ഞങ്ങളുടെ നിർബന്ധം കാരണം എന്റെ ബ്രദറിനെ വീട്ടിൽ മണി എന്ന് വിളിക്കായിരുന്നു. മണിയുടെ അച്ഛ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ഞങ്ങൾ ചോദിക്കും ഞങ്ങളുടെ ആരുടെ അച്ഛനല്ലയോ ഒന്ന്. അപ്പൊ അന്നൊക്കെ ഒന്നും വിളിക്കലില്ല, ചേട്ടനും ഇല്ല ഒന്നുമില്ല. മക്കളുടെ ആരുടെയെങ്കിലും വേറെ മണിയുടെ അച്ഛ, ലതികയുടെ അച്ഛ, ഇങ്ങനെയൊക്കെയാണ് മല്ലികയുടെ അച്ഛ. അപ്പൊ ആ കാലം മാറുന്നത് എല്ലാവരും ഉൾക്കൊള്ളണം നമ്മളല്ല അല്ലേ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രത്നമ്മ മാഡം ചേട്ടാന്ന് വിളി തുടങ്ങി, ഇവര് പേര് വിളി തുടങ്ങി. ഇനി ഇവരുടെ മക്കൾ എന്താവോ എന്തോ വിളിക്കുക. എന്റെ പൊന്നമ്മയെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പക്ഷെ എങ്കിലും അമ്മ പറഞ്ഞതുപോലെ നല്ലത് കണ്ട് വളരട്ടെ, നല്ലത് കേട്ട് പഠിക്കട്ടെ, അതൊരു സത്യം തന്നെയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മഞ്ജുവിനോട് ചോദിച്ചോട്ടെ. മഞ്ജും ഹസ്ബൻഡും കൂടി പിണങ്ങിയിരിക്കുമ്പോ ആരാണ് മുൻകൈ എടുത്തിട്ട് വഴക്ക് ഒത്തുതീർപ്പാക്കാറ്? ഹസ്ബൻഡ് തന്നെ. കണ്ടോ, ഭയങ്കര വാശിക്കാരിയാണല്ലേ. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് വാശിയൊക്കെ മാറ്റിക്കോളൂ. ജീവിതം വളരെ സുന്ദരമാണ്, വളരെ ചെറുതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഇന്ന് ഈ ദിവസത്തിൽ, ഈ നിമിഷത്തിൽ ജീവിക്കുക. നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലേ അല്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ജീവിതത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മയിലൂടെ നമുക്ക് വീണ്ടും കാണാമെന്ന്. കാത്തിരിക്കുക. ശുഭരാത്രി.